ഒക്ടോബർ മാസം 1-ാം തീയതി ക്രിസ്തുവർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി നിത്യമായ പ്രത്യാശകൾ നൽകുന്ന ദൈവവചനവുമായി ജീവനും ചൈതന്യവുമുള്ള ദൈവവചനവുമായി ഒരിക്കൽ കൂടി ദൈവകൃപയാൽ വിൻസെൻ്റ് തോമസ്. നിത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, പ്രത്യാശയുടെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവം എനിക്ക് നൽകുന്ന ഓരോ അവസരങ്ങൾക്കായും ഞാൻ ദൈവത്തിന് വ്യക്തിപരമായി നന്ദി പറയുന്നു. ഞങ്ങളുടെ സന്ദേശം കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നന്ദിയും സ്തുതിയും കർത്താവായ യേശു ക്രിസ്തുവിൽ നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്ക് എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തന പുസ്തകത്തിൽ 19-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ദൈവം അനുവദിച്ചാൽ നമുക്ക് 7 മുതൽ 14 വാക്യങ്ങൾ വായിക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം 1 മുതൽ 19-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലും, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിനും വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിൻ്റെ അറ്റത്ത് നിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവും ആകുന്നു. അതിൻ്റെ ഉഷ്ണം ഏൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ഇന്ന് നാം 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നിർണായകമായ ഉപദേശങ്ങളിൽ ചില വസ്തുതകൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനാധാരമായിട്ട് ഇന്ന് സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് 19-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെ വാക്യങ്ങൾ വായിച്ചിരിക്കുകയാണ്. നമുക്കതുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ പഠിപ്പിക്കാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ ആഴ്ച കാത്തു പരിപാലിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സംഭവബഹുലമായ ലോകത്തിൽ, ദുഷ്ടൻ്റെ അധീനതയിലുള്ള ഈ ലോകത്തിൽ നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അടിയങ്ങളെ സൂക്ഷിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ദുഷ്ടനിൽ നിന്ന് വിടുവിക്കണമേ, ഞങ്ങളെ അവിടുത്തെ കൃപയിൽ പൊതിഞ്ഞുകൊള്ളണമേ. ഇപ്പോൾ അവിടുത്തെ വചനം പഠിക്കുമ്പോൾ ദൈവമായ കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കാൻ തക്കവണ്ണം ഞങ്ങൾ കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാകിയാൽ സ്വീകരിക്കണമേ, സ്വർഗീയ പിതാവേ. നാം കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചു വരുന്ന വിഷയം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ്. എന്തൊരു കാര്യത്തിനും ഒരു അടിസ്ഥാനം ആവശ്യമാണ്. ഒരു കെട്ടിടം പണിയണമെങ്കിൽ അതിന് അടിസ്ഥാനം ആവശ്യമാണ്. വിദ്യാഭ്യാസത്തിന് അക്ഷരം ആവശ്യമാണ്, സംഖ്യ ആവശ്യമാണ്. നമ്മളതുകൊണ്ടാണ് ഈ അക്ഷരങ്ങൾ, അതിൻ്റെ സ്വരങ്ങൾ, വ്യഞ്ജനങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നു. കണക്കിന് നമ്മൾ 1, 2, 3, 1, 10 അക്കങ്ങൾ പഠിക്കുന്നു. ഇതെല്ലാം നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനങ്ങളാണ്. അതുപോലെ ക്രൈസ്തവ വിശ്വാസത്തിന് നിർണായകമായ അടിസ്ഥാനങ്ങളുണ്ട്. അവ നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചു. അതിലേറ്റവും നിർണായകമായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസം ദൈവാസ്തിത്വമാണ്. പർവ്വതങ്ങളുണ്ടാകുന്നതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. 90-ാം സങ്കീർത്തനം നമ്മൾ പലവട്ടം വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദൈവാസ്തിത്വം,
ദൈവം സൃഷ്ടാവ് ഈ എന്നുള്ള നിർണായകമായ ഉപദേശങ്ങൾ ക്രിസ്ത്യാനിയെ, ക്രൈസ്തവനെ, ക്രൈസ്തവ സഭയെ വ്യത്യസ്തവും വ്യതിരക്തവുമാക്കുകയാണ്. ഇത് നിർണായകമായ ഉപദേശങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്, ഉപദേശങ്ങളാണ് ദൈവമാർ എന്നുള്ളത്. അതൊരു പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഏകസത്തയിൽ 3 വ്യക്തികൾ. അവർ വ്യതിരക്തരാണ്. അവരുടെ നിത്യമായ പദ്ധതിയിൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് അവയിൽ വ്യത്യാസമുണ്ട്. എന്നാൽ സത്തയിൽ അവർ 3 പേരും ഒരേ സത്തയുള്ളവരും ഒരേ അധികാരമുള്ളവരും ആകുന്നു. അതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ, മരിച്ചു, അടക്കപ്പെട്ട 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി അവരോട് സാക്ഷ്യം പറയാൻ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ 2ാം വരവ്, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് അവൻ്റെ 2ാം ആഗമനം. കർത്താവ് നമുക്ക് വേണ്ടി വരും എന്നുള്ളത്. എന്നാൽ 2ാം ആഗമനത്തിൽ 2 ഭാഗങ്ങളൊന്ന് സഭയ്ക്കായിട്ട് വരുന്നു മധ്യാകാശത്തിൽ. അതിനുശേഷം ഇസ്രായേലിന് വേണ്ടി യേശു ക്രിസ്തു 2ാമതും ആഗമനം ചെയ്യും. ജെറുസലേമിൽ മൗണ്ട് ഒലിവിൽ വരുന്നു. അവിടെ നിന്ന് ഇസ്രായേലിൽ 1000 ആണ്ട് രാജാവായിട്ട് വാഴും എന്നുള്ള കാര്യങ്ങൾ. തുടർന്ന് നമ്മൾക്ക് അതിപ്രധാനമായ ചില ക്രൈസ്തവ അടിസ്ഥാനത്തിൽപ്പെട്ട ഒന്നാണ് അപ്പസ്തോലന്മാരുടെ ഉപദേശങ്ങൾ. ക്രൈസ്തവ സഭ പണിതിരിക്കുന്നത് അതിൻ്റെ മൂലക്കല്ല് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിനോട് ബന്ധപ്പെട്ട് 12 അപ്പസ്തോലന്മാർ, അതാണ് നമ്മളുടെ അടിസ്ഥാനം. ഈ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും വഴി ദൈവം നൽകിയ ഉപദേശങ്ങൾ, ഇതാണ് നമ്മളുടെ അടിസ്ഥാനം, ദി ഫൗണ്ടേഷൻ. ഈ അടിസ്ഥാനങ്ങൾ തെറ്റിപ്പോയാൽ ക്രൈസ്തവ സഭ ഇല്ലാതായിത്തീരും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അറിയുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്ത് അതിനെക്കുറിച്ച് ഉറപ്പ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. സഭയുടെ ആദിമ ചരിത്രം നമ്മൾ പഠിച്ചാൽ ഏകദേശം 400-4-ാം നൂറ്റാണ്ട് വരെ, 1300 വർഷം, ഏകദേശം 300 വർഷത്തോളം ഒരു സഭ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് നമ്മൾ കാത്തലിക് ചർച്ച് എന്നാണ് പറയുന്നത്. കാത്തലിക് എന്ന അതിൻ്റെ അർത്ഥം യൂണിവേഴ്സൽ, സാർവത്രിക സഭയാണ്. അന്ന് ഒരു സഭയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിൽക്കാലങ്ങളിൽ അലക്സാണ്ട്രിയ, ഈജിപ്തിൻ്റെ വടക്ക് വശത്തുള്ള ഒരു പ്രദേശമാണ്. അവിടെ സുവിശേഷം എത്തി. അവിടെ പലരും ബൈബിൾ അവർക്ക് ലഭിച്ചു. അവിടെ നിന്ന് ഒരുപാട് ദുരുപദേശങ്ങൾ വരികയുണ്ടായി. അലക്സാണ്ട്രിയ, ഇന്ന് ഈജിപ്തിലൊരു സ്ഥലമാണത് അലക്സാണ്ട്രിയ. അവിടുത്തെ പല ഭക്തന്മാരും തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിച്ചു. അത് അന്നത്തെ റോമിലെ സഭ അതിനെ എതിർക്കുകയും 435 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ ഈ അലക്സാണ്ട്രിയയിൽ നിന്ന് ദുരുപദേശങ്ങൾക്കെതിരായിട്ട് വിശ്വാസ പ്രമാണങ്ങൾ അവർ ഉണ്ടാക്കുകയാണ് ചെയ്തത്. വിശ്വാസ പ്രമാണങ്ങൾ, ക്രീഡ്സ് എന്ന് പറയും, വിശ്വാസ പ്രമാണങ്ങൾ. അത് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഉപദേശങ്ങളാണ്. തുടർന്ന് ഇപ്പോൾ റോമായി, അലക്സാണ്ട്രിയയായി. തുടർന്ന് അന്ത്യോക്യ, ഇത് ഇന്ന് തുർക്കിയിലെ ഒരു സ്ഥലമാണ്. അവിടെ നിന്നും ധാരാളം ദുരുപദേശങ്ങൾ വരാൻ തുടങ്ങി. അപ്പം അങ്ങനെ പല ഏകദേശം 7 കൗൺസിലുകൾ ഉണ്ടാക്കേണ്ടി വന്നു. എന്തിനു വേണ്ടിയാണ്? പല ദുരുപദേശങ്ങളെയും ഖണ്ഡിക്കാൻ വേണ്ടി പല കൗൺസിലുകൾ കൂടി. അപ്പോൾ അങ്ങനെ റോമിൽ, അലക്സാണ്ട്രിയയിൽ, അന്ത്യോക്യയിൽ, തുടർന്ന് ഈജിപ്ത് തന്നെ കോപ്റ്റിക് എന്ന് പറയും, കോപ്റ്റിക് അവർ. അതിനുശേഷം ആദ്യത്തെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഓർത്തഡോക്സ്, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, അത് ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് അത് പരസ്യമാകുകയും തുടർന്ന് ഇന്ന് നോക്കുകയാണെങ്കിൽ ഗ്രീക്ക് ഓർത്തഡോക്സ്, റഷ്യൻ ഓർത്തഡോക്സ്, ഉക്രൈൻ ഓർത്തഡോക്സ്, തുർക്കിയിലെ ഈസ്താംബൂളിലെ ഇപ്പോഴത്തെ കോൺസ്റ്റാന്റിനോപ്പിളായി മാറിയിരിക്കുകയാണല്ലോ അവിടുത്തെ സഭ. അങ്ങനെ ഒരുപാട് ഉപദേശങ്ങളും ദുരുപദേശങ്ങളും കൊണ്ട് നിറഞ്ഞ് ഇന്ന് നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ
അടിസ്ഥാനങ്ങൾ എന്ത് എന്നറിയാത്ത വിധം അത് മാഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ നാം അല്പമായിട്ട് പഠിക്കുകയും അതിൽ വിശ്വാസമായി പരിണമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിലെ ചില കാര്യങ്ങളാണ് നാം ഇന്ന് തുടർച്ചയായി പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവിക വെളിപാടുകളിൽ നിന്ന് നൽകപ്പെട്ട ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ദൈവം അവൻ നിത്യനായ ദൈവമാണ്, അവൻ സൃഷ്ടാവാണ്. ഈ ദൈവം തന്നെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ്. അതുകൊണ്ടാണ് ദൈവിക വെളിപാടുകളിൽ നിന്ന് നൽകപ്പെട്ട ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ ഹൃദയത്തിൽ നിന്നോ വലിയ പണ്ഡിതന്മാരുടെ ഹൃദയത്തിൽ നിന്നോ ഗ്രീക്ക് യവന ചിന്തകന്മാരുടെ ഫിലോസഫേഴ്സിൻ്റെ ചിന്തയിൽ നിന്ന് വന്നതല്ല ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ദൈവം തന്നെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ തൻ്റെ പ്രവാചകന്മാരും അപ്പസ്തലന്മാരും നമുക്ക് നൽകിയതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നിലനിൽക്കുന്നത്. ഇവയിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഈ ദൈവിക വെളിപ്പാടുകളിൽ ദൈവം തന്നെക്കുറിച്ച് തന്ന വെളിപ്പാടുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഗോഡ് ഹാസ് റിവീൽഡ് ഹിംസെൽഫ് ത്രൂ ഹിസ് വേർഡ്. ടു തിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. വൺ ഈസ് ഹി ഹാസ് ഷോൺ സംതിങ്. ദൈവം നമ്മളെ ചില കാര്യങ്ങൾ കാണിച്ചു തന്നിരിക്കുകയാണ്. അദൃശ്യനായ ദൈവം താൻ ആരെന്ന് തൻ്റെ സൃഷ്ടി മുഖാന്തരം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. കാണിച്ചു തന്നിരിക്കുകയാണ്. രണ്ടാമതായിട്ട് ഈ ദൈവം മനുഷ്യനോട് സംസാരിച്ചു, പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു, ഈ അന്ത്യകാലത്തിൻ്റെ പുത്രൻ മുഖാന്തരം സംസാരിച്ചു. എബ്രായലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ദൈവം പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചിട്ട് അന്ത്യകാലം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ദൈവം രണ്ട് കാര്യങ്ങൾ തന്നെക്കുറിച്ച് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, താൻ കാണിച്ചു തന്ന കാര്യങ്ങൾ. രണ്ട്, അവൻ പറഞ്ഞ കാര്യങ്ങൾ. ഈ കാണിച്ചു തന്ന കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയമാണ് നാം സങ്കീർത്തനം 19 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചത്. ദൈവം കാണിച്ചു തന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്ന്, അവൻ സൃഷ്ടിയിലൂടെ താൻ സൃഷ്ടാവ് എന്നും തൻ്റെ ഗുണങ്ങൾ എന്താണ് എന്നും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. സൃഷ്ടിയിലൂടെ ദൈവം തൻ്റെ പ്രവൃത്തിയിലൂടെ താൻ ആര് എന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അതാണ് സങ്കീർത്തനം 19 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമതായിട്ട് നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവം നമ്മൾ എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ഉത്തരവാദിത്വം ഉള്ളവരായി തീരുന്നത്. അതിന് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നത്, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിവായി വെളിപ്പെട്ടു വരുന്നു, അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന്. ഇത് ദൈവം താൻ തന്നെ ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയാണ്. സൃഷ്ടിയിലൂടെ താൻ ആര് എന്ന്, താൻ ദിവ്യ സ്വഭാവം എന്ത് എന്ന്, നിത്യശക്തി ദിവ്യത്വവുമായി അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നിത്യനാണ്, ദൈവം സൃഷ്ടിച്ചു, അവൻ സൃഷ്ടാവാണ്. ആ സൃഷ്ടിയിലൂടെ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനം. ഇത് നമുക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. ഇതിൽ 19-ാം സങ്കീർത്തനമാണ് നാം ഇന്ന് മുഖ്യമായിട്ട് വായിക്കാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ 1-ാം വാക്യത്തിൽ ആകാശം അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം
അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ വായുമണ്ഡലം. നമ്മൾ ഭൂമിയിൽ കരപ്രദേശത്ത് ജീവിക്കുന്നവരാണ്. ഓൺ ദി സർഫസ്, വി ലീവ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. ആൻഡ് വെൻ യു ലുക്ക് ഔട്ട്, അതാണ് ആകാശം, വായുമണ്ഡലം എന്ന് പറയും. ഈ വായുമണ്ഡലം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്പേസാണ്. സ്പേസ് ഏകദേശം 100 കിലോമീറ്ററിനപ്പുറം അങ്ങ് അറ്റത്തോളം, അത് നമ്മൾ ആകാശം, അതിന് സ്വർഗം എന്നാണ് പറയുന്നത്. ആകാശം. അതിനപ്പുറം എവിടെയോ ദൈവം തൻ്റെ സിംഹാസനം നിലനിർത്തുന്നു. ദൈവത്തിൻ്റെ അസൽ സാന്നിധ്യമുള്ള സ്ഥലം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം അത് വർണ്ണിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സൂര്യനെയും ചന്ദ്രനെയും കാലാവസ്ഥയെയും ഭൂമിയുടെ കറക്കവും നക്ഷത്രങ്ങളും ഒരുപാട് ഗാലക്സികളും ഉള്ള ഈ പ്രപഞ്ചം അത് തീർച്ചയായിട്ടും സൃഷ്ടാവിൻ്റെ മഹത്വത്തെ കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. രണ്ടാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആകാശവിധാനം, ഇത് ഫേർമമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി, ഈ കരപ്രദേശം, അത് അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കും എന്നുള്ളതാണ്. കൈവേല എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കൈകൊണ്ട് ഒരു കലാവിരുതുണ്ടാക്കുന്ന ഒരുവനായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയെക്കുറിച്ച് ജിയോഗ്രാഫി പഠിക്കുന്നതിന് വേണ്ടിയാണ്. ഭൂമിശാസ്ത്രം, ഈ ഭൂമി എത്രയോ അത്ഭുതകരമായ രീതിയിലാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. അതവൻ്റെ കൈ വേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശം അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം, ഭൂമി, ആകാശം, രണ്ടും അത് ദൈവത്തെക്കുറിച്ചുള്ള, ദൈവം കാണിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. യെസ്, ഷോൺ അസ് സംതിങ് ടാഞ്ചിബിൾ എന്ന് പറയും. നമുക്ക് തൊടാവുന്ന, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതിലൂടെ നമുക്ക് ദൈവത്തെ അറിയാമെന്നുള്ളത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പരമപ്രധാനമായ ഒരു ഉപദേശമാണ്. അതുപോലെ തന്നെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനില്ല എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ സൃഷ്ടിയിലൂടെ നിശബ്ദമായിട്ട് തന്നെക്കുറിച്ചുള്ള വെളിപാടുകൾ നമുക്ക് നൽകുകയാണ്. നിശബ്ദമാണത്. ഇറ്റ് ഈസ് സൈലൻറ്റ് റെവലേഷൻ. എന്നാലത് ദൈവത്തിൻ്റെ സാദൃശ്യ സൃഷ്ടിച്ച മനുഷ്യന് അത് മനസ്സിലാക്കാൻ തക്കവണ്ണം അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഈ അറിവിനെയാണ് നമ്മൾ മറുതലിച്ച് അത് വേണ്ട എന്ന് വെച്ച് നമ്മൾ സ്വന്തം ദൈവങ്ങളെ ഉണ്ടാക്കി ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത്. ഇതാണ് മനുഷ്യനെ സംബന്ധിച്ച ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൃഷ്ടാവിനെ അറിയുക, സൃഷ്ടാവിലേക്ക് തിരിയുക, അവൻ്റെ പദ്ധതിയും അവൻ്റെ തീരുമാനങ്ങളും നമ്മൾ അറിഞ്ഞ് അതിൻ്റെ വെളിപ്പാടുകൾ മനസ്സിലാക്കി നാം ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും ആനന്ദകരമായിരിക്കും, സന്തോഷകരമായിരിക്കും, അഭിവൃദ്ധി ഉണ്ടാകും, സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നുള്ള യാതൊരു സംശയവുമില്ല. അതിൻ്റെ 19-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവ് നൂലും, ഭൂതലത്തിൽ അതിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടച്ചിരിക്കുന്നു. ഇത് ഈ പ്രപഞ്ചം എന്നുള്ള ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചം അത് നിശബ്ദമായിട്ട് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. അവിടെ ഈ പ്രപഞ്ചത്തിൽ ദൈവം സൂര്യനെ ഒരു കൂടാരം അടിച്ചിരിക്കുകയാണ്. സൂര്യൻ, സൺ, അതിനെക്കുറിച്ച് പറയുന്നത് അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം, വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. നമുക്കറിയാം സൂര്യ ഉദയം അസ്തമനം, അതിനെക്കുറിച്ച് പറയുന്നൊരു മണവാളൻ മണവറയിൽ നിന്ന് കല്യാണത്തിന് പോകുമ്പോൾ മണവാളൻ തൻ്റെ ഭാര്യയെ സ്വീകരിക്കാൻ തക്കവണ്ണം അണിഞ്ഞു ഒരുങ്ങി രാജകീയമായ വസ്ത്രമെടുത്ത് രാജ്ഞിയായി പോലെയുള്ള തൻ്റെ ഭാര്യയെ സ്വീകരിക്കാൻ പോവുകയാണ്. അതുപോലെയുള്ള ഒരു സാദൃശ്യമാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ആകാശത്തിൻ്റെ അറ്റത്ത് നിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവുമാകുന്നു. അതിൻ്റെ ഉഷ്ണം ഏൽക്കാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. സൂര്യൻ്റെ ഉഷ്ണം അത് ഏൽക്കാത്ത ഒരു വ്യക്തിയും ഈ പ്രപഞ്ചത്തിലില്ല. എന്ന് വെച്ചാൽ ഈ ദൈവം
തൻ്റെ സൃഷ്ടി മുഖാന്തരം നമ്മളിലൂടെ കാണിച്ചു തന്നിരിക്കുന്ന ഈ കാര്യങ്ങളിലൂടെ ദൈവത്തെ നമുക്ക് അറിയാം, ദൈവത്തെ നമുക്ക് തൊടാം, മനസ്സിലാക്കാം, വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഒരു ഉദാഹരണമാണ് സൂര്യൻ്റെ വെളിച്ചം. നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ പോയാൽ അവിടെ 6 മാസം വെളിച്ചമില്ലാത്ത ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അവിടെ പോലും സൂര്യൻ്റെ രശ്മികൾ അല്പമായിട്ടെങ്കിലും എല്ലാ ദിവസവും അവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സൂര്യൻ്റെ രശ്മി നമ്മുടെ ശരീരത്തിൽ അത് വരുന്നുവെങ്കിൽ, നമ്മളത് സ്പർശിക്കുന്നുവെങ്കിൽ അത് ദൈവമുണ്ട് എന്നുള്ളതിനൊരു തെളിവ് തന്നെയാണ്. രണ്ടാമതായിട്ട് ദൈവം ചെയ്ത കാര്യം, ഒന്നാമതായിട്ട് അവൻ കാണിച്ചു തന്നു. യു ഹാവ് ഷോൺ അസ് സംതിങ് ബൈ ക്രിയേഷൻ. 2, അവൻ നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്. അതാണ് 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആജ്ഞകൾ, 19-ാം സങ്കീർത്തനം 7-ാം വാക്യം, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു, യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തെ സംബന്ധിച്ചുള്ള വിഷയമാണ്. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ അത് എഴുതി സൂക്ഷിച്ച് നമുക്ക് നൽകിയിരിക്കുന്നതാണ് ബൈബിള്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ ന്യായപ്രമാണം എന്നാണ്. ന്യായപ്രമാണം ദൈവം മോശ മുഖാന്തരം യഹൂദന് ന്യായപ്രമാണങ്ങൾ നൽകി. ഈ ന്യായപ്രമാണങ്ങൾ വേദപുസ്തകത്തിലെ 5 പുസ്തകങ്ങളാണ് നൽകിയിരിക്കുന്നത്. ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് ന്യായപ്രമാണം എന്ന്. അതിന് അവരുടെ ഭാഷയിൽ തോറ എന്ന് പറയും. തോറ അത് ന്യായപ്രമാണം, മോശ മുഖാന്തരം ദൈവം കൊടുത്ത ന്യായപ്രമാണം. അതിൽ 5 പുസ്തകങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം. ഈ 5 പുസ്തകങ്ങൾ യഹൂദന്മാർക്ക് ദൈവം നൽകിയ ന്യായപ്രമാണമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു, യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ അത് നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. മോശയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ഇത് ദൈവവചനത്തെക്കുറിച്ചുള്ള ചില പ്രമാണങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം സംബന്ധിച്ച വിഷയം, ദൈവം പറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ ആദ്യമായി നാം 5 പുസ്തകങ്ങൾ, അതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. എന്നാൽ ഇത് 3 തരം തിരിവുകളുണ്ട് എന്ന്, പഴയ നിയമത്തിന് 3 തരം തിരിവുകളുണ്ട് എന്ന് നമ്മുടെ കർത്താവ് തന്നെ, പുനരുദ്ധാനം ചെയ്ത യേശുക്രിസ്തു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തിയ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അത് പൂർണ്ണമാകേണ്ടിയിരിക്കുന്നു, അത് നിവൃത്തിയാക്കേണ്ടിയിരിക്കുന്നു എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. അങ്ങനെ പഴയ നിയമത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് 39 പുസ്തകങ്ങളാണ്, 39 ബുക്സ്. അതിൽ ആദ്യത്തെ 5 പുസ്തകം ന്യായപ്രമാണം, കൂടാതെ പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തന പുസ്തകങ്ങൾ. ഇങ്ങനെ 3 തരം തിരിവാണ്. ഈ സങ്കീർത്തനം ഉൾപ്പെട്ട പുസ്തകത്തിന് പൊതുവെ കിത്തൂബിം എന്നാണ് പറയുക, എഴുത്തുകൾ. ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും മാറ്റിയുള്ള ബാക്കി എല്ലാം തന്നെ ചേർത്തുള്ള ഒരു വിഭാഗമാണ് പുസ്തകങ്ങൾ, എഴുത്തുകൾ എന്ന് വേണ്ടി നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ പഴയ നിയമം അത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്, അത് വേദപുസ്തകത്തിന് സാക്ഷിയാണ് നമ്മുടെ കർത്താവ് തന്നെ. അത് അങ്ങനെ തന്നെ എന്ന് നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ പഴയ നിയമ മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും യേശുക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളുടെ നിവൃത്തിയായിരുന്നു അവൻ്റെ ജനനവും ശുശ്രൂഷയും മരണവും അടക്കവും, കാൽവരി ക്രൂശിലെ മരണവും അടക്കവും, 3-ാം നാളിലെ പുനരുത്ഥാനവും, തുടർന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത്. ഇതെല്ലാം പഴയ നിയമ പ്രവചനങ്ങളിലുള്ള ദൈവം പറഞ്ഞ കാര്യങ്ങളുടെ നിവൃത്തിയായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ
അപ്രകാരം തന്നെ നടന്നുവെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഇനി നടക്കാതെ ഇനി നടക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നടക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. കർത്താവ് സഭയ്ക്ക് വേണ്ടി വരാൻ പോവുകയാണ്. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ അയക്കും. 1, അവനയച്ചു. 2, ഞാൻ നിങ്ങൾക്ക് ഭവനം പണിയും. അവൻ ഇന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായി കഴിയുമ്പോൾ അവൻ വന്ന് തൻ്റെ മണവാട്ടി സഭയെ എടുത്തുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുന്നത് നമ്മൾ രാവിലെ വായിച്ച വിഷയമാണത്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ആജ്ഞകൾ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ ശക്തമായ ഉപദേശമായിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് മോശയെയും പ്രവാചകന്മാരെയും യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നില്ല എങ്കിൽ അത് ദൈവവചനോട് വിശ്വസിക്കുന്നത് നമ്മൾ ആരെ വിശ്വസിക്കും? അതുകൊണ്ടാണ് നമ്മൾ സഭാ ചരിത്രം പഠിക്കണം, ലോക ചരിത്രം പഠിക്കണം. എത്രയോ ദുരുപദേശക്കാരാണ് ഈ ലോകത്തിലുള്ളത്. എന്നാൽ സത്യോപദേശക്കാർ വളരെ വിരലിൽ എണ്ണാൻ തക്കവണ്ണം കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. കള്ളം പറഞ്ഞ് കള്ളമാണ് ശരിയെന്ന് ഇന്ന് ലോകം വിശ്വസിക്കുകയാണ്. ദുഷ്ടത ആണ് നല്ലത് എന്ന് പറഞ്ഞ് ദുഷ്ടനെ ഇന്ന് പ്രകീർത്തിക്കുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവിക സത്യങ്ങളിലേക്ക് നാം മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്. പിന്നെ അവൻ അവരോട്, യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെയും നിവൃത്തിയാകണമെന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അത് എഴുതി സൂക്ഷിച്ച് നമുക്ക് നൽകിയിട്ടുള്ള പുസ്തകമാണ് 66 പുസ്തകങ്ങളുള്ള പഴയ പുതിയ നിയമങ്ങൾ അടങ്ങുന്ന നമ്മുടെ ബൈബിൾ. തുടർന്ന് നമുക്ക് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് നൽകപ്പെട്ട ഒരു വിഷയമാണ് ചരിത്ര സത്യങ്ങൾ. ദൈവിക സത്യങ്ങൾ ചരിത്രത്തിൽ അത് നിർണായകമായ പങ്ക് വഹിക്കുന്നതാണ്. ചരിത്രത്തിലെ വസ്തുതയാണ്. ക്രൈസ്തവ വിശ്വാസം ചരിത്ര വസ്തുതയാണ്. ഇത് കെട്ട് കഥകളല്ല. മറ്റ് മതങ്ങളെ പോലെ നിങ്ങൾ ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കെട്ടുകഥകൾ നോക്കിയാൽ, അസീറിയയുടെ കെട്ടുകഥകൾ നോക്കിയാൽ, നെബൂഖദ്നേസറിൻ്റെ കാലത്തിലെ ബാബിലോണിലെ, അതുപോലെ തന്നെ പീഡോ പേർഷ്യയിലെ, ഗ്രീക്ക് യവനന്മാരുടെ കെട്ടുകഥകൾ, തുടർന്ന് റോമ കെട്ടുകഥകൾ, അതിൽ നിന്നുള്ള ദൈവങ്ങൾ, അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറം ദൈവം തൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചത്. കഴിഞ്ഞ ആഴ്ച അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു, അതിൽ നിന്ന് പഠിച്ചു. ഇത് കർത്താവ് തന്നെ അവരോട് പറഞ്ഞ കാര്യങ്ങളാണ്. കർത്താവ് അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് നിങ്ങൾ ലോകം എമ്പാടും പോയി അവൻ്റെ സാക്ഷികൾ ആകുക എന്നുള്ളത്. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇതെല്ലാം മാറി മറിഞ്ഞ ഒരു ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളും ഞാനും ഈ ദൈവിക സത്യങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. തുടർന്ന് അപ്പോസ്തലന്മാർ മുഖാന്തരം ലഭിച്ച ഉപദേശങ്ങൾ ആദ്യം 435 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ്: വി ബിലീവ് ഇൻ വൺ അപ്പസ്റ്റോലിക് കാത്തലിക് ചർച്ച്. റൈറ്റ്? ഏകവും വിശുദ്ധവും കാതോലികവുമായ സഭയിൽ വിശ്വസിക്കുന്നു. സഭയ്ക്ക് 4 ക്വാളിഫിക്കേഷൻസാണ്. അതൊന്നേ ഉള്ളൂ. അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇന്ന് സഭയാണോ വലുത്, ക്രിസ്തുവാണോ വലുത്? തീർച്ചയായിട്ടും ക്രിസ്തുവാണ് വലുത്, അല്ലയോ? അവനാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത്. എന്നാൽ ഇന്ന് സഭയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന
ഒരു കാഴ്ചപ്പാടാണ് നാം കാണുന്നത്. ക്രിസ്തുവിന് വിലയില്ലാതെയായി തീർന്നു. സഭ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. മനുഷ്യർ സംഘം കൂടി ആ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. അപ്പോസ്തലന്മാർ മുഖാന്തരം ലഭിച്ച ഉപദേശങ്ങൾ പരമപ്രധാനമായ നിർണായകമായ ക്രൈസ്തവ അടിസ്ഥാനങ്ങൾ. അതുപോലെ തന്നെ തിരുവചനത്തിൽ നൽകപ്പെട്ട പ്രവചനങ്ങൾ, പ്രൊഫസീസ് ദൈവത്തിന് മാത്രമേ മുൻകൂട്ടി പറയാൻ കഴിയുകയുള്ളൂ. കാരണം ദൈവം സർവവും അറിയാവുന്ന ഒംനിഷ്യൻ്റ് എന്ന് പറയും, സകലവും അറിയാവുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് 1 കൊറിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അതിൻ്റെ 15-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കർത്താവ് എങ്ങനെയാണ് വന്നത്, ജീവിച്ചത്, മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്? തിരുവെഴുത്തിൻ പ്രകാരം. അതുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ, അതാണ് വേദപുസ്തകം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനം നിലനിർത്തുന്നത്. അതുപോലെ 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സെങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടായതായി കേട്ടു. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. എത്രയോ പരമപ്രധാനമായിട്ടുള്ള ക്രൈസ്തവ അടിസ്ഥാനമാണ് ഞാൻ വായിച്ചത്. 2 പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവർ കണ്ടത്, അവർ തൊട്ടത് അതിനെ സാക്ഷീകരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടു, മരണം കണ്ടു, അടക്കം കണ്ടു, അവർക്ക് പുനരുദ്ധാനം ചെയ്ത് പ്രത്യക്ഷനായി. ഇതാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവിക സത്യങ്ങളിലേക്ക് നാം തിരിയണം. ദൈവത്തിൻ്റെ അനാദിയും ശാശ്വതമായിട്ടുള്ള അസ്തിത്വം, ഗോഡ് ഈസ് എറ്റേണലി പ്രസൻറ്റ്, ഈസ് എ ലൈവ്, ജീവനുള്ള ദൈവമാണ്. ഈ ദൈവം നമ്മൾ സൃഷ്ടിച്ചു, നമ്മളോട് സൃഷ്ടിയിൽ കാണിച്ചു തന്നു, നമ്മളോട് പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇത് നമ്മൾ വായിച്ച്, ഇത് കണ്ട്, ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ച് ഈ ദൈവമായിട്ട് അടുക്കണം. അതിനുവേണ്ടി കർത്താവ് യേശു ഭൂമിയിലേക്ക് വന്നു. എന്തിനു വേണ്ടി വന്നത്? ഈ ദൈവത്തോട് നമ്മൾ അടുപ്പിക്കാനായിട്ട്, നിരപ്പ് പ്രാപിക്കാനായിട്ട് ദൈവം വന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, പാപ പരിഹാരം വരുത്തി ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിലൂടെ അവനിൽ വിശ്വസിച്ച് പാപക്ഷമ ലഭിച്ച് ഈ ദൈവത്തിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ അസ്തിത്വവും സൃഷ്ടിയിൽ കാണിച്ച കാര്യങ്ങളും അവൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, വെളിപ്പാടിലൂടെ പറഞ്ഞ കാര്യങ്ങൾ അത് എഴുതി സൂക്ഷിച്ച വേദപുസ്തകത്തിലേക്ക് തിരിയുവാനും അടിയങ്ങളെ സഹായിക്കണമേ. ക്രൈസ്തവരില്ലാത്ത ഈ ലോകത്തിൽ, അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ, നിൻ്റെ ഉപ്പും വെളിച്ചവുമായിട്ട് ഹൃദയത്തിൽ പ്രകാശമുള്ളവരായിട്ട് ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങളെ പറഞ്ഞയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും അടിയങ്ങളോട് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും കൂടി ഇരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേട്ടതിന് നന്ദി.
അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.